നമസ്കാരം. ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി എത്തിയിട്ടും രക്ഷയില്ലാതെ പെരിന്തൽമണ്ണയിലെ പോക്കറ്റ് റോഡ്. മൗലാന ഹോസ്പിറ്റലിൽ പിറകുവശത്തിലൂടെ കടന്നുപോകുന്ന കക്കൂത്ത് റോഡ് തുക വകയിരുത്തിയിട്ടും നടപടിയാകാത്തതിനാൽ യാത്രക്കാർക്ക് ദുരിതപർവമാകുന്നു. പൈപ്പ് ലൈനിനു വേണ്ടി കീറിയിട്ട റോഡ് ഒരു വർഷത്തിലേറെ പിന്നിട്ടിട്ടും നവീകരിക്കാത്തതിനാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രികരും വാഹനയാത്രികരും ഒരുപോലെ വലയുകയാണ്. നവകേരള സദസ്സിന്റെ ഭാഗമായി നെഹ്റു സ്റ്റേഡിയം വരെയുള്ള റോഡിൽ അറ്റകുറ്റപ്പണി നടത്തിയിട്ടും പാടെ തകർന്ന കക്കൂത്ത് റോഡിനെ തിരിഞ്ഞു നോക്കാത്തതിനാൽ നാട്ടുകാരും പ്രതിഷേധത്തിലാണ്. അറ്റ്ലസ് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വമ്പൻ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ. നെഹ്റു സ്റ്റേഡിയത്തിന് മുന്നിലൂടെയുള്ള കക്കൂത്ത് റോഡാണിത്. ഓഫ് റോഡിനെ വെല്ലുന്ന ഒരു റോഡ്. 2 വർഷത്തോളമായി ഈ റോഡിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. പൈപ്പ് ലൈൻ കണക്ഷന്റെ ഭാഗമായി കീറിയിട്ട റോഡ് പക്ഷേ പുനരുദ്ധാരണം ചെയ്യാൻ നഗരസഭ മടിച്ചതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രികരും വാഹനയാത്രികരും ഒരുപോലെ ദുരിതം പേറിയാണ് ഇതുവഴി കടന്നുപോകുന്നത്. റോഡ് മോശമായതിനാൽ ഓട്ടോറിക്ഷകൾ സർവീസ് നടത്താനും മടിക്കുകയാണ്. വാഹനങ്ങൾ പിടിച്ചാൽ, അതായത് ഓട്ടോറിക്ഷ പിടിച്ചാൽ വരാൻ വളരെ പ്രയാസം. അപ്പോൾ നമ്മൾ പറയും നമ്മളിവിടെ മൗലാനയുടെ ബാക്കിലാണ്, അപ്പോൾ നമുക്ക് വരും. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ റേഷൻ കടൻ്റെ തൊട്ടാണ് റേഷൻ കട, അങ്ങനെ പറയുമ്പോൾ വണ്ടികൾ വരുന്നു. അത്ര ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പോകാൻ ഭയങ്കര പ്രയാസം. ഇതിലും വളരെ മോശമാണ് റോഡുകൾ. ജനങ്ങളുടെ ദുരിതയാത്രയിൽ പ്രതിഷേധം ഇരമ്പുന്നുണ്ടെങ്കിലും ഫണ്ടില്ലാത്തതിനാൽ നഗരസഭയ്ക്കും നിലവിൽ റോഡിനു നേരെ മുഖം തിരിക്കുകയേ നിവൃത്തിയുള്ളൂ. 2 കോടി രൂപ MLA ഫണ്ട് ഈ റോഡിന്റെ നവീകരണത്തിനായി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിലും പുനരുദ്ധാരണ പ്രവൃത്തികൾ പല മുട്ടുന്യായങ്ങളിൽപ്പെട്ട് ഇഴഞ്ഞു നീങ്ങുക തന്നെയാണ്. നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന റോഡാണിത്. ഒപ്പം ടൗണിലേക്ക് പ്രവേശിക്കാതെ ചെറുവാഹനങ്ങൾ ബൈപ്പാസായും ഉപയോഗിച്ചിരുന്നു. എന്നാൽ പാടെ തകർന്നതോടെ ഈ യാത്രയും മുട്ടിയ അവസ്ഥയിലാണ്. ഇരുചക്ര വാഹനങ്ങളിൽ പലതും ദിനേനയെന്ന മട്ടിൽ അപകടത്തിൽപ്പെടുന്നുമുണ്ട്. നവകേരള സദസ്സിന്റെ മുന്നോടിയായി നെഹ്റു സ്റ്റേഡിയത്തിലേക്കുള്ള റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. എന്നിട്ടും വർഷങ്ങളായി തകർന്ന തരിപ്പണമായി യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്ന കക്കൂത്ത് റോഡിനെ തിരിഞ്ഞു നോക്കാത്തത് പ്രദേശവാസികളുടെ വലിയ രീതിയിലുള്ള അമർഷത്തിന് കാരണമാവുകയാണ്. കക്കൂത്ത് റോഡിലെ യാത്രക്കാരുടെ നടുവൊടിക്കുന്ന ദുരിതയാത്രയ്ക്ക് എത്രയും പെട്ടെന്ന് നടപടി വേണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. റോഡ് BMBC ചെയ്ത് അത്യാധുനിക രീതിയിൽ നവീകരിക്കാൻ ലക്ഷ്യമിട്ടാണ് നജീബ് കാന്തപുരം MLA ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ വകയിരുത്തിയത്. പക്ഷേ ഇത്തരത്തിൽ റോഡ് നവീകരിക്കാൻ ഇനിയും എത്ര കാലം പൊടി തിന്ന ദുരിതയാത്ര നടത്തണമെന്നാണ് ജനം ചോദിക്കുന്നത്. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും. 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.